നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വർണമാനിന്റെ രൂപത്തിൽ സീതയെ മോഹിപ്പിച്ച മാരീചൻ രാവണന്റെ കുതന്ത്രത്തിലെ പ്രധാന കണ്ണിയായിരുന്നു. സീതയുടെ ആഗ്രഹപ്രകാരം ആ മാനിനെ പിടികൂടാൻ ശ്രീരാമൻ വനത്തിലേക്ക് പോയി. ഏറെ നേരം പിന്തുടർന്നതിന് ശേഷം അത് യഥാർത്ഥത്തിൽ മാരീചനാണ് എന്ന് തിരിച്ചറിഞ്ഞ രാമൻ അസ്ത്രം പ്രയോഗിച്ച് അവനെ വധിച്ചു. മരണമടയുന്ന നിമിഷത്തിൽ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് നിലവിളിച്ചു. ഈ ചതി സീതയെ ഭയപ്പെടുത്തുകയും ലക്ഷ്മണനെ പർണശാല വിട്ടുപോകാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു. അങ്ങനെ മാരീച നിഗ്രഹം സീതാപഹരണത്തിലേക്കും തുടർന്ന് രാവണ വധത്തിലേക്കും നയിച്ച രാമായണത്തിലെ നിർണായക വഴിത്തിരിവാവുകയും ചെയ്തു. ആരണ്യകാന്ഡം മാരീച നിഗ്രഹം പാരായണം ചെയ്യുന്നത് കാവാലം ശശികുമാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാസീതയും രാമനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക, വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നീടുക, വൈകിടാതെ മടിച്ചീടരുതേതും. ഭർത്താവേ ജഗത്പതി. മൈഥിലി വാക്യം കേട്ടു രാഘവനുര ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്ത് ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ. ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റമെന്നുറച്ച് ആശ വിട്ട് രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാമേ വിധിബലം പാഹിമാം ദയാനിധേ. ആതുരനാദം കേട്ട് ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്ന് ലക്ഷ്മണ മടിയാതെ. രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോട് ചൊന്നാൻ, ദുഃഖിക്കായികാരിയെ ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല തോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടിങ്ങു പോയിടാമല്ലോ. പന്തികന്ധരൻ തനിക്ക് അതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും
വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൊന്മുഖാംബുജത്തിൽ നിന്ന് ഇങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാൾ അതു നേരം രക്ഷോജാതിയിലത്രേ നീയും ഉണ്ടായി നൂനം. ഭ്രാതൃനാശനത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തില്ലയല്ലോ രാമനാശനാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യാർത്ഥം അവൻ തന്നുടെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമെടുത്തിരിക്കുന്നിതു പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി തിക്തിഗദ്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചുകൊള്ളുവിൻ മനുവംശാധീശ്വര പത്നി വഴി പോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രി. രാമായണം ഒരു ഇതിഹാസം മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മ ചലനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മഹാഗ്രന്ഥം കൂടിയാണ്. സ്നേഹം, ധർമ്മബോധം, ത്യാഗം, അസൂയ, മോഹം, കോപം, അഹങ്കാരം തുടങ്ങിയ വികാരങ്ങൾ ഓരോ കഥാപാത്രത്തിലൂടെയും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. ശ്രീരാമന്റെ ആത്മനിയന്ത്രണവും സീതാദേവിയുടെ ക്ഷമയും ലക്ഷ്മണന്റെ സമർപ്പണവും ഭരതന്റെ നിസ്വാർത്ഥതയും മനസ്സിന്റെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോൾ, രാവണന്റെ അഹങ്കാരവും ശൂർപ്പണഖയുടെ അമിതമോഹവും നിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ രാമായണം മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാനും ജീവിതത്തെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കാനുമുള്ള ഒരു ശാശ്വത മനഃശാസ്ത്ര ഗ്രന്ഥമായി ഇന്നും പ്രസക്തമാണ്. രാമായണത്തിലെ മനഃശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ആത്മീയ പ്രഭാഷകനും മനഃശാസ്ത്രജ്ഞനുമായ ശ്രീധരൻ നമ്പൂതിരി നമ്മളോട് സംസാരിക്കുന്നു. കാണാം രാമാമൃതം. രാവണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ ഇതിലെ സൈക്കോളജിക്കലായിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് സൈക്കോളജിക്കൽ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുന്നത്, വളരെ വേഗത്തിൽ കണ്ടെത്തുന്നത് ഭാരതീയമായ ധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വെച്ചാണെങ്കിൽ വളരെ വേഗം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ രാവണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പഠിക്കാൻ രാവണനെ കൊണ്ട് പഠിക്കാൻ പറ്റും. രാമനെ കൊണ്ട് കോമൺ ആയിട്ടുള്ള വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പച്ചയായ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ധർമ്മമാണ് നമുക്ക് മനസ്സിലാവുന്നതെങ്കിൽ, രാവണൻ്റെ ധർമ്മ പരിപാലനത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചാൽ വേഗത്തിൽ ആഴത്തിലുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള അറിവും കൂടെ കിട്ടും. ഭഗവത്ഗീത പറയുന്നത് ദൈവികമായ സമ്പത്തോടു കൂടി ജനിക്കുന്ന ആളുകളും ആസുരീകമായ സമ്പത്തോടു കൂടി ജനിക്കുന്ന ആളുകളുമുണ്ടെന്നാണ്. സാഖ്യയോഗ സിദ്ധാന്തമാണ് ഭാരതത്തിൻ്റെ എല്ലാ ധർമ്മത്തിൻ്റെയും അടിസ്ഥാനം. ധർമ്മനിഷ്ഠയുടെയും അല്ലെങ്കിൽ പ്രാണൻ്റെ സഞ്ചാരഗതികളെ നിയന്ത്രിക്കുന്നത് ധർമ്മമാണ്. സാത്വികം, രാജസികം, താമസികം എന്ന മൂന്ന് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തെ എങ്ങനെ നിയന്ത്രിക്കാം, അതാണ് കർമ്മഫലങ്ങളെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്, നല്ലതോ ചീത്തയായിട്ടുള്ള കർമ്മഫലങ്ങളെ. അപ്പോൾ രാവണനെ സംബന്ധിച്ച് രാവണൻ ഭയങ്കര അറിവുള്ള ആളാണ്. രാവണൻ ആണ് ശിവതാണ്ഡവ സ്തോത്രം എഴുതിയിട്ടുള്ളത്.
ശിവൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ്, വലിയ ആചാര്യനാണ്. കമ്പരാമായണത്തിൽ രാമൻ ആചാര്യനായിട്ട് ആവുന്നതായിട്ട് പറയുന്നുണ്ട്, ഒരു പൂജ, ദേവിയുടെ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ വളരെ അറിവുള്ള ആളാണ് രാവണൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് രാവണൻ ഇങ്ങനെയൊക്കെ അറിവുണ്ടായിട്ട് പ്രവർത്തിച്ചു കൂട്ടിയത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ രാവണന് മറ്റാരേക്കാൾ നന്നായിട്ട് തൻ്റെ അടിസ്ഥാന ഗുണത്തെ അറിയാം എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. രാവണൻ താനൊരു തമോ ഗുണിയാണ് എന്ന് നന്നായി തിരിച്ചറിയുന്നു. ഈ തമോ ഗുണിക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ ആ തമോ ഗുണം റിലീസാവണം. അത് അദ്ദേഹം അദ്ദേഹം ആ അജ്ഞാനപരമായിട്ടുള്ള അല്ലെങ്കിൽ അധർമ്മം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്, തമോ ഗുണത്തിലുള്ളവരാണ് അധർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആ അധർമ്മപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ തമോ ഗുണം നിവർത്തിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്യാൻ താല്പര്യമുള്ള തമോ ഗുണമുള്ള ഒരാൾ ജനിക്കുന്നു, അയാൾക്ക് കൊലപാതകം ചെയ്തേ പറ്റും. അപ്പോൾ നമുക്ക് മനുഷ്യരെ കൊന്ന് അയാളുടെ ആ തമോ ഗുണം തീർത്തിട്ട് മോക്ഷത്തിലേക്ക് പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാമം, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷമാണ് ഹിന്ദുവിൻ്റെ കടമ. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മമായ മാർഗത്തിലൂടെ അർത്ഥം ഉണ്ടാക്കി അർത്ഥം കൊണ്ട് കാമം തീർക്കും. പണം ഉണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് കാമം തീർക്കുമ്പോഴാണ് മോക്ഷം കിട്ടുന്നത്. ഈ കാമം ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. തമോ ഗുണിയുടെ കാമം തമോ ഗുണപ്രധാനമായിട്ടായിരിക്കും, കൊല്ലാനായിരിക്കും. അപ്പോൾ അയാൾ ഒരു സ്ലോട്ടറിങ് ഹൗസിൽ ജോലിക്ക് കയറണം. സാധാരണഗതിയിൽ ഇപ്പോൾ പറയുകയാണ്, മൃഗങ്ങളെ കൊന്ന് കറി വെച്ച് കൊടുക്കുന്ന ഒരു സ്ലോട്ടറിങ് ഹൗസിൽ ജോലിക്ക് കയറിയ അയാളെ കൊല്ലാനുള്ള ആ ആഗ്രഹം തീരുകയും ചെയ്യും. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തമോ ഗുണം അവിടെ തീരും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ തൻ്റെ ഗുണം നല്ലവണ്ണം അറിയാം. അപ്പോൾ വൈരഭക്തി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. കംസനുമൊക്കെ അല്ലെങ്കിൽ വലിയ പല പുരാണങ്ങളിലെയും തമോ ഗുണപ്രധാനങ്ങളായ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണത്. അതായത് ഹിരണ്യകശിപുവാണ് രാവണനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ രാക്ഷസ ജന്മമാണ്, ശാപം കിട്ടിയത്. അപ്പോൾ ആ തമോ ഗുണമുണ്ട്. ആ ഗുണം തീരണമെങ്കിൽ ഇങ്ങനെയുള്ള സീതയെ തട്ടിക്കൊണ്ടുവരികയും ഇങ്ങനെയുള്ള യുദ്ധം ചെയ്യുകയും ഉള്ള കൊള്ളരായ്മകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാൻ നേരിട്ട് വരികയും ആ ഭഗവാന്റെ കൈകൊണ്ട് മരണം ലഭിക്കുമ്പോൾ മോക്ഷഗതിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് രാവണൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ശിവതാണ്ഡവ സ്തോത്രം, രാവണൻ എന്ന് ചെറിയ ക്യാരക്ടറല്ല, ശിവനെ പോലും വെല്ലുവിളിച്ച ആളാണ്. ശിവലിംഗം കൊടുത്തു, തപസ് ചെയ്തപ്പം തല അറുത്ത് ഹോമിച്ച് അങ്ങനെ ശിവലിംഗം കൊടുത്ത് ശിവലിംഗം കൊണ്ട് താഴെ വെക്കലെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് താഴെ വെച്ചപ്പോൾ വായു ഒരു അത്യാവശ്യം വന്ന് താഴെ വെച്ചപ്പോൾ വായു വന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ പോയി ശിവനെ പോലും വെല്ലുവിളിച്ച ആളാണ്. കൈലാസപർവ്വതം ഇളക്കി അമ്മാനമാടി ശിവൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട്. അപ്പം ശിവൻ പെരുവിരൽ അമർത്തി അവിടെ ഇരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ലെജൻഡറി ക്യാരക്ടറാണ് ശരിക്കും രാവണൻ. അപ്പോൾ രാവണൻ്റെ അറിവ് വളരെ വലുതായതുകൊണ്ട് തന്നെ ആ അറിവുള്ള വ്യക്തി ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് തൻ്റെ ശാപനിവൃത്തിക്കായിട്ട്. തൻ്റെ തമോ ഗുണം തീരാതെ മോക്ഷം കിട്ടത്തില്ല. ആ തമോ ഗുണം പൂർണ്ണമായിട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഗുണങ്ങളുടെ സാമരസ്യമാണ് ഇവിടെ പറയുന്നത്. ഗുണങ്ങളുടെ സാമരസ്യത്തിലൂടെയാണ് മോക്ഷം കിട്ടുന്നത്, സമാധിയെ പ്രാപിക്കുന്നത്, മനസ്സ് സ്റ്റോപ്പാവുന്നത്. ഗുണങ്ങൾ സമതുലിതാവസ്ഥയിലെത്തണം. അവിടെയാണ് മനസ്സിനെ അതിവർത്തിച്ചുകൊണ്ട് ഒരാൾ സമാധിയെ പ്രാപിക്കുന്നത്. ആ ഗുണങ്ങളുടെ സാമരസ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിലൂടെ സമാധിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സ്വയം രാവണൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും. സാഖ്യയോഗ സിദ്ധാന്ത പ്രകാരം യോഗശാസ്ത്രമാണ് അവിടെ വാൽമീകി വരച്ചു കാട്ടുന്നത്. അതായത് ഗുണാതീതോ ഭവാർജുന, 3 ഗുണങ്ങളെ അതിവർത്തിച്ച് ഗുണാതീതനായാലും അല്ലയോ മഹാബാഹോ അർജുന, സ്ഥിരപ്രജ്ഞനായി ഈശ്വര സാക്ഷാത്കാരത്തിലെത്തിയാലും എന്ന് പറയുന്ന കൃഷ്ണൻ്റെ അതേ വചനം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആഴത്തിൽ രാമായണത്തെ വായിച്ചാൽ നമ്മളുടെ സൈക്കോളജിക്കലി ഇതിൻ്റെ ഡെപ്തിലുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് ഇത്രയും ആഴത്തിലുള്ളൊരു ചിന്ത കൊടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഗിഫ്റ്റാണ് രാമായണം. അതെല്ലാ കർക്കിടക മാസത്തിലും എല്ലാ വീടുകളിലും ഇത് വായിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ആധുനികമായ രീതിയിൽ തന്നെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ തെറ്റായ ശീലങ്ങളിൽ നിന്നും വരെ നല്ല ഗതിയിലേക്ക് നയിക്കാനും നല്ല ആർക്കിടൈപ്പുകളെ കൊടുക്കാനും അതിലൂടെ നല്ല മോഡൽസ് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമനാമം ആത്മാവിനെ ശാന്തിയിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും നയിക്കുന്ന മഹാമന്ത്രമാണ്. ശ്രീരാമനാമം ഹൃദയത്തിൽ നിറയുമ്പോൾ മനസ്സിലെ അശാന്തി അകലുകയും ഭക്തിയുടെ പ്രകാശം വിരിയുകയും ചെയ്യുന്നു. വാൽമീകിയെ മഹർഷിയാക്കിയതും ഹനുമാന്റെ ശക്തിയുടെ അടിത്തറയായതും ഈ രാമനാമം തന്നെയാണ്. ശ്രീരാമസാഗരത്തിൽ അടുത്തത് രേഖാ ശൈലേഷിന്റെ ആലാപനത്തിൽ ഒരു സംഗീത വിരുന്ന് കാണാം. രാമാനന്ദം. भज भज मानस हरिमनवरतं, भज भज मानस ഹരിമനവരതം. സിന്ധു ഭൈരവി രാഗം. ഈ രാഗത്തിൽ നിരവധി കീർത്തനങ്ങളും സിനിമാ ഗാനങ്ങളും എല്ലാമുണ്ട്. നിങ്ങൾക്കൊക്കെ പരിചിതമായ കീർത്തനങ്ങളായിരിക്കും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം. അതുപോലെ തന്നെ വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം, അങ്ങനെ നിരവധി കീർത്തനങ്ങൾ ഈ രാഗത്തിലുണ്ട്. ഇതേ രാഗത്തിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട KS ചിത്ര ചേച്ചി പാടി മനോഹരമാക്കിയ ദേവീ ഗീതങ്ങൾ എന്ന ആൽബത്തിലെ രാമനാമജപം തുടരുക മനമേ എന്ന മനോഹരമായ ആ ഒരു ഭക്തിഗാനം ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് ശ്രീമതി രേഖ ശൈലേഷ്.
തന്മാറിൽ മായാതെ നിൽപ്പവൻ രാമൻ ശ്രീരാമൻ. രാമനാമജപം തുടരുക മനമേ, രാമചിന്തനയിൽ മുഴുകുക മനമേ. രാമ രാമ ദശരഥ രാമ ശ്രീരഘുരാമ സീതാരാമ ജയ ജയ രാമ ജയ ജയ രാമ ജയ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമസാഗരത്തിൽ നാളെ രാമായണത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. സീതാദേവിയെ തേടിയുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര ഋഷ്യമൂക പർവ്വതത്തിൽ എത്തുന്നതോടെയാണ് ഈ കാണ്ഡം ആരംഭിക്കുന്നത്. അവിടെ ഹനുമാൻ ആദ്യമായി ശ്രീരാമനെ കണ്ടുമുട്ടുകയും തുടർന്ന് സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.